ചേർത്തലയുള്ള ഒരു ഹോട്ടലുകാരൻ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണനെ കുഴിമന്തിയിലെ ഒരു പരസ്യത്തിൽ കൊണ്ട് കാണിച്ചു. അപ്പം അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. 10-20 കോടി രൂപ അന്നത്തെ കാലത്ത് മുടക്കിയാണ് മാധവിക്കുട്ടിയെ മാറ്റിയിരിക്കുന്നത്. ഇതെല്ലാം വാലിഡായ കാര്യങ്ങൾ, അത് വാലിഡായ കാര്യം തന്നെയാണ്. അതിന്റെ പേര് പറയാൻ പറ്റില്ല. നമുക്ക് ഹിന്ദുക്കൾ പലപ്പോഴും അതിൽ നിന്ന് അകന്നു പോകുന്നതുകൊണ്ടാണ് ഹിന്ദുക്കൾ പലപ്പോഴും ചെന്ന് ഈ ലവ് ജിഹാദ് പോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. എല്ലാ മതത്തിനും ആ മതത്തിൻ്റെതായ അന്തസ്സും അഭിമാനവും ഉണ്ട്. പക്ഷേ ഹിന്ദുക്കൾ പലപ്പോഴും തങ്ങളുടെ മതത്തിൽ ആ മതത്തിനെ അതിന് അഭിമാനം കൊള്ളുന്നില്ല എന്നുള്ളതിലുള്ള വിഷമമേ ഉള്ളൂ. ഹിന്ദുക്കൾ സ്വാഭിമാന ഹിന്ദുക്കളായി മാറണം. ഓരോരുത്തർക്കും ഓരോ മതത്തിൽ അവരുടെ ഒരു അഭിമാനം ഉണ്ടല്ലോ. അതെന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഉണ്ടാകുന്നില്ല? അതുണ്ടാക്കണം എന്നേ പറയുന്നുള്ളൂ. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ജന്മം കൊണ്ട് ഹിന്ദുവാണ്, ഞാൻ ജീവിക്കുന്ന ഹിന്ദുവാണ്, മരിക്കുന്നത് ഹിന്ദുവായിട്ട് തന്നെ ആവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഭാരതത്തിന് സംസ്കാരമുണ്ട്. സിനിമയിലൂടെ നമ്മൾ ആ സംസ്കാരം കൂടെ പറയണം. അങ്ങനൊരു സിനിമ അതിനുപയോഗിച്ച തീം അത് നമ്മുടെ ഒരു സംസ്കാരത്തിന് ചേർന്നതല്ല, ഭാരത സംസ്കാരത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആ സിനിമ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഹാപ്പിയാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഒരു സൂപ്പർ സ്റ്റാർസിൻ്റെയും പുറകെ ഞാൻ പോയിട്ടില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഹിന്ദു മഹാസഭയുടെ ഭാഗമായതിനു ശേഷം ഒരുപാട് കാര്യങ്ങളിൽ ഈ വിവാദമായിട്ടും കൂടി ഈ പേര് അസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ സാറിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അതിനെ എങ്ങനെയാണ് നേരിട്ടതെന്നുകൂടി അറിയാൻ 1-2 സന്ദർഭങ്ങളോട് ചോദിച്ചോട്ടെ. ഇപ്പം കാതലിറങ്ങുന്നു, കാതലിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു അറ്റൻറ്റ് ഇല്ല എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കുന്നു. അപ്പോൾ അതിന് വലിയ വിമർശനങ്ങൾ വരുന്നു. ഇത് ഒട്ടും പ്രോഗ്രസീവായി ചിന്തിക്കാത്തൊരു മനസ്സിൽ നിന്ന് വരുന്നതാണ്, ഇത് സമൂഹത്തിനെ പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ്, സംസാരമാണ്, സ്റ്റേറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറയുന്നു. അതെന്ത് മാനസികാവസ്ഥയിലാണ് പറഞ്ഞത്? അത് തിരുത്താനോ അതിലെന്തൊരു ഖേദം പ്രകടിപ്പിക്കാനോ പിന്നീട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ ഭാരതത്തിന് സംസ്കാരമുണ്ട്. നമ്മുടെ സിനിമയിലൂടെ നമ്മൾ ആ സംസ്കാരം കൂടെ പറയണം. കാര്യം മറ്റൊന്നുമല്ല, കാരണം അടുത്ത തലമുറ കാണേണ്ട സിനിമകളാണ്. നമുക്കൊരു സംസ്കാരശൂന്യമായിട്ടുള്ള സിനിമകൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സിനിമ എന്നല്ല, ഏത് കലാരൂപമായാലും. അപ്പൊ അത് നമുക്ക് വിമർശിച്ചേ പറ്റുള്ളൂ. കാര്യം ഇപ്പം അങ്ങനൊരു സിനിമ അതിനുപയോഗിച്ച തീം അത് നമ്മുടെ ഒരു സംസ്കാരത്തിന് ചേർന്നതല്ല, ഭാരത സംസ്കാരത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആ സിനിമ ഞാൻ കണ്ടു. സിനിമ കണ്ടു, ഞാൻ കണ്ടു, സിനിമ കണ്ടു. പക്ഷെ അതിനകത്ത് എനിക്ക് എതിരഭിപ്രായമുണ്ട്. സാധാരണ ആളുകൾ ഈ സിനിമ കാണില്ല എന്നുള്ള തീരുമാനത്തിലാണ് പലപ്പോഴും വിമർശനം ഉന്നയിക്കാറ്. സിനിമ കണ്ടിരുന്നു? കണ്ടു. ഓക്കെ. അപ്പൊ മറ്റൊരു കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളുടെ സയൻസ് ഡെവലപ്പ് ആവുന്നു, അല്ലെങ്കിൽ ആളുകളുടെ ചിന്താരീതികൾ മാറുന്നു. അപ്പൊ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആവാനും, ഇപ്പൊ ആൺ പെൺ ലിംഗത്തിനപ്പുറത്ത് ഇത്രയധികം ലിംഗങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ LGBTQ+Q കമ്മ്യൂണിറ്റി ഒക്കെ വരുന്നു. അവർക്കുള്ള ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഗവൺമെന്റ് സൈഡിൽ നിന്ന് പോലും അവരെ നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടുത്തുന്നു. അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് പോലും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാതൽ പോലെ 2 ഗേ ആയിട്ടുള്ള ആളുകളുടെ പ്രണയം സംസാരിക്കുന്ന സിനിമ എതിർക്കുമ്പോൾ നമ്മൾ കുറച്ച് പിന്തിരിപ്പനായി മാറില്ലേ? ഇല്ല, പിന്തിരിപ്പനല്ല, ഞാനാണ് സംസ്കാരം എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഈ പറഞ്ഞ നമ്മൾ ലെസ്ബിയൻ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഇപ്പൊ നമുക്കിപ്പോ അവരെ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. എന്റെ അഭിപ്രായം അതാണ്. അത് സിനിമാ രൂപത്തിലെടുത്ത് പ്രചരിപ്പിക്കരുത്, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതിന് പ്രചരിപ്പിക്കുക എന്നല്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പലപ്പോഴും കലാകാരനൊരു സമൂഹത്തിന് മുഴുവനായിട്ടുമാണെന്നാണല്ലോ. ഇപ്പൊ വിജിത്തമ്പി എന്നുള്ള ഡയറക്ടർ ഉണ്ടാക്കിയ സിനിമകളൊക്കെ ഇവിടെ എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഹിന്ദുക്കൾ ഉണരണം സംസാരിക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളാണ് ഒരു പക്ഷേ ഹിന്ദു എന്നുള്ള മതത്തെ പറ്റി ഒട്ടും ബോധവാന്മാരല്ലാത്തത് എന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഒരു അനാവശ്യ ഹെയ്റ്റ് വരില്ലേ? അത് വിഷമം ഉണ്ടാക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന ആളാണ്. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. ഞാൻ ഹിന്ദു മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു മതങ്ങളെ ഞാൻ മോശമാക്കി ഒരിക്കലും പറഞ്ഞിട്ടില്ല. സെക്യുലർ മൈൻഡ് ഞാൻ പറയാറില്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മതവും മോശമല്ല. എല്ലാ മതത്തിനും ആ മതത്തിൻ്റെതായ അന്തസ്സും അഭിമാനവും ഉണ്ട്. പക്ഷെ ഹിന്ദുക്കൾ പലപ്പോഴും തങ്ങളുടെ മതത്തിൽ ആ മതത്തിനെ അതിന് അഭിമാനം കൊള്ളുന്നില്ല എന്നുള്ളതിലുള്ള വിഷമമേ ഉള്ളൂ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലല്ല, പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടൊരു ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതം പോലുമല്ല, അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിനുള്ളിൽ, കാരണം നമുക്ക് എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന സംസ്കാരമാണ് ഹിന്ദു മതത്തിനുള്ളത്, എല്ലാ മതങ്ങളെയും. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഭാരതത്തിൽ മറ്റു മതങ്ങളെല്ലാം പുറത്തുനിന്ന് വന്നവരാണ്, അവർ 2 കൈ നീട്ടി സ്വീകരിച്ചവരാണ് ഭാരതത്തിലെ ഹിന്ദുക്കൾ. പുറത്തുനിന്ന് വന്ന എല്ലാം, ഇപ്പം ഇസ്ലാം മതമായാലും ശരി, ക്രിസ്ത്യൻ മതമായാലും ശരി, എല്ലാം പുറത്തുനിന്ന് വന്നതാണ്.
അവരെ ആ രീതിയിൽ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഇന്നും ആ രീതിയിൽ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ഹിന്ദു മതക്കാർ മറ്റുള്ളവരെ അടുപ്പിക്കുന്നില്ല, അല്ലെ അവരോട് മോശമായി പെരുമാറുന്നില്ല. പക്ഷെ പലപ്പോഴും മറ്റ് മതങ്ങളുടെ ഭാഗത്തു നിന്നും ഹിന്ദുക്കൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള, മതങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല, അതിൽ ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അപ്പൊ അതിനെ നമ്മൾ എതിർത്തേ പറ്റുള്ളൂ. എന്ന് വെച്ച് നമുക്കിപ്പോൾ മറ്റു മതങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നോ മറ്റു മതങ്ങൾ മോശമാണെന്നോ ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് എപ്പോഴും ഹിന്ദുക്കൾ സ്വാഭിമാന ഹിന്ദുക്കളായി മാറണം. ഓരോരുത്തർക്കും ഓരോ മതത്തിൽ അവരുടെ ഒരു അഭിമാനം ഉണ്ടല്ലോ. അതെന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഉണ്ടാകുന്നില്ല? അതുണ്ടാക്കണം എന്നേ പറയുന്നുള്ളൂ ഞാൻ. അല്ലാതെ മറ്റു മതങ്ങളെ മോശമാണെന്നോ അല്ലെ മറ്റു മതങ്ങൾ ഉള്ള ആൾക്കാർ മോശമാണെന്നോ ഒരിക്കലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അതിനൊരു തീവ്രമായ സ്റ്റാൻഡിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, തീവ്രമല്ല. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ജന്മം കൊണ്ട് ഹിന്ദുവാണ്. ഞാൻ ജീവിക്കുന്ന ഹിന്ദുവാണ്. മരിക്കുന്നത് ഹിന്ദുവായിട്ട് തന്നെ ആവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ മതത്തെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ആരാധനാ സമ്പ്രദായത്തെ ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ച് മറ്റുള്ളവരുടെ മോശമാണെന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവർ ആ രീതിയിൽ അവരുടെ മതത്തെ അവർ അംഗീകരിക്കുകയും ആ മതത്തിനെ ആജ്ഞാപിക്കട്ടെ. ഇപ്പം എല്ലാ ഞായറാഴ്ചകളിലും ക്രിസ്ത്യാനികളാണെങ്കിൽ പറ്റുമെങ്കിൽ പള്ളിയിൽ പോയിരിക്കും, കുർബാന കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതുപോലെ കുട്ടികളെ സൺഡേ സ്കൂളിൽ അയച്ചിരിക്കും. എന്തുകൊണ്ട് ഹിന്ദുക്കൾക്കാകുന്നില്ല? ആഴ്ചയിൽ ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല, കുഞ്ഞുങ്ങളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളെ വീട്ടിലൊരു വിളക്ക് എത്തിച്ചിരുന്ന് നാമം ചോദിക്കാൻ കഴിയുന്നില്ല? അതാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇസ്ലാം മതമാണെങ്കിൽ അവരെല്ലാ 5 നേരം നിസ്കരിക്കുന്നവരുണ്ട്. മാത്രമല്ല വെള്ളിയാഴ്ചകളിലെങ്കിലും അവർ ജുമയ്ക്ക് അവർ പള്ളിയിൽ എത്താറുണ്ട്. അപ്പൊ അവരെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ പരിശീലിപ്പിക്കുന്നുണ്ട്, അവരെ ഇപ്പം മദ്രസയിൽ അയച്ച് പഠിപ്പിക്കുന്നുണ്ട്, അവരെ മതം പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഹിന്ദുക്കൾക്കാവുന്നില്ല? ഞാൻ ഹിന്ദുക്കളെയാണ് കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത്, അല്ല മറ്റു മതങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. അവർ ചെയ്യുന്നത് കറക്റ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയെ അവരെ മതം പഠിപ്പിച്ച് അവരുടെ സംസ്കാരം പഠിപ്പിച്ചാണ് വളർത്തുന്നത്. നമുക്ക് ഹിന്ദുക്കൾ പലപ്പോഴും അതിൽ നിന്ന് അകന്നു പോകുന്നതുകൊണ്ടാണ് ഹിന്ദുക്കൾ പലപ്പോഴും ചെന്ന് ഈ ലവ് ജിഹാദ് പോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഈ ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് ജനൻ ടി വിയിൽ സാർ നടത്തിയ ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ 1-2-3 വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സിനെ പറ്റി കൂടി ചോദിക്കണമെന്നുണ്ട്. ഇപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്യൂർ വെജിറ്റേറിയനായ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ ഹിന്ദുക്കൾ അൽഫാമും കുഴിമന്തിയും ഒക്കെയാണ് കഴിക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ സംസ്കാരത്തിനെതിരാണ്. അത് അങ്ങനെയല്ല നമ്മൾ പെരുമാറേണ്ടത്. ഈ ഭക്ഷണം കഴിക്കുന്നതിൽ എന്താ ശരിക്കും നമ്മുടെ ആചാരം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അതിനൊന്ന് ഭക്ഷണത്തിന്റെ അല്ല ഞാൻ പറഞ്ഞത്. അതിന് ഭക്ഷണത്തിന്റെ അല്ല ഞാൻ ചോദിക്കട്ടെ. ലോകത്തിന് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് ഭാരതത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് കേരളത്തിലാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ആഹാരക്രമമാണ്, നമ്മുടെ ഭക്ഷണ രീതിയാണ്. ഓരോ രാജ്യത്തിനും ഓരോ അവരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഭക്ഷണം. അൽഫാം പോലെയുള്ള സാധനങ്ങളൊക്കെ അറേബ്യൻ ഫുഡാണ്. അവിടുത്തെ കാലാവസ്ഥയല്ല നമുക്കുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെതായ ഭക്ഷണ സമ്പ്രദായമുണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെതായ ഭക്ഷണ സമ്പ്രദായമുണ്ട്. കേരളത്തിന് മാത്രമല്ല, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലായാലും ശരി, നോർത്ത് ഇന്ത്യയിലായാലും ശരി. അപ്പോൾ അതിൽ നോൺ വെജ് കഴിക്കേണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നോൺ വെജ് കഴിക്കുന്നവർ കഴിക്കാം. ഞാനും നോൺ വെജ് കഴിച്ചതാണ്. കുറെ കാലമായി ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. പക്ഷേ നോൺ വെജ് കഴിക്കുന്ന തെറ്റൊന്നും പറയുന്നില്ല. ഞാൻ മറ്റത് പറഞ്ഞ അങ്ങനെയല്ല. കാരണം പല ഹോട്ടലുകളിലും ഇന്ന് നടക്കുന്ന നമുക്ക് ഈ പറഞ്ഞ ഭക്ഷ്യവിഷബാധയൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? പല ഹോട്ടലുകളിലും ഈ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്നത് അതിൻ്റെതായ രീതിയിലുള്ള ശുദ്ധതയോടൊന്നും ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ കാണുന്ന കൂടുതലും ഈ പറഞ്ഞ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട അവരെ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അവരുടെ വേഷവിധാനം കൊണ്ട് അവരാണ് കൂടുതലും ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അത് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത്. അവരെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അല്ല അവരെ മോശമായിട്ടല്ല പറഞ്ഞത്. അതേ സമയത്ത് നമ്മുടെ ആൾക്കാരാണ് പോയിട്ട് ഈ പറഞ്ഞ ഈ മോശപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത്. ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ വിഷുവിൻ്റെ അന്ന് തന്നെ നമുക്ക് വലിയൊരു വിവാദം ഉണ്ടായി. ചേർത്തലയുള്ള ഒരു ഹോട്ടലുകാരൻ നമ്മുടെ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണനെ കുഴിമന്തിയിലെ ഒരു പരസ്യത്തിൽ കൊണ്ട് കാണിച്ചു. അപ്പൊ അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത്തരം കാര്യങ്ങൾ. അപ്പൊ അത് എന്ന് കരുതി ആ മതത്തിലുള്ള എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. ഒരു വ്യക്തി ചെയ്യുന്നത് അത് അതിനെ മൊത്തം ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും അങ്ങനെ പോസ്റ്റ് ഇടാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ മറ്റു മതത്തെ അവഹേളിച്ചുകൊണ്ട് ഹിന്ദുക്കളോ ആരെങ്കിലും പോസ്റ്റ് ഇടാറില്ല. അപ്പൊ അത് ആലോചിക്കണം. നമ്മൾ മറ്റ് എല്ലാ മതങ്ങളും ഒരേ സൗഹൃദത്തോടെ കഴിയേണ്ടതാണ്. മാധവിക്കുട്ടിയെ കമലാസുരയാക്കിയത് ലവ് ജിഹാദിന്റെ തുടക്കമായിരുന്നു. അതിന്റെ അടിസ്ഥാനം എന്താ? അതിനൊക്കെ കുറച്ചുകൂടി ഈട് നൽകുന്ന തെളിവുകളോ അല്ലെങ്കിൽ എഴുത്തുകളോ ശരിക്കും വായിച്ചിരുന്നു? അവർ റിപ്പന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവർ ലീല മേനോട് പറഞ്ഞില്ലേ ലാസ്റ്റ്, ഞാൻ കാണിച്ച ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റായി പോയെന്നത്? അവർ റിപ്പന്റ് ചെയ്തല്ലോ. അവർ റിപ്പന്റ് ചെയ്തിട്ടല്ലേ അവർ ലാസ്റ്റ് പറഞ്ഞത്. അവർ മരണത്തിന് മുമ്പ് അവർ റിപ്പന്റ് ചെയ്തല്ലോ. അത് ഞാൻ തെറ്റായി പോയി. കാര്യം അവരെ പോലൊരു ലോകം അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരി, അങ്ങനെ ഒരാളിനെ ഒരു ഐക്കണാക്കി മാറ്റുകയാണ്.
അപ്പൊ അതിനു വേണ്ടിയാണ് ശ്രമിച്ചത്. അതുപോലെ ഇതൊരു ഐക്കണാണ്. ഇതിലെല്ലാം സാറ് കാണുന്ന ഈ ലവ് ജിഹാദിന്റെ സാധ്യതകളാണോ? ലവ് ജിഹാദിന്റെ തന്നെയാണ്. കാരണം കോടിക്കണക്കിന് രൂപയാണ് മാധവിക്കുട്ടിയെ കമലാസുരയാക്കിയപ്പോൾ കിട്ടിയത്. അതിനിടയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഇപ്പൊ 100 കോടി ഒരു നടിക്ക് ഓഫർ. ഇതിലൊക്കെ ഇതെല്ലാം വാലിഡ് ആയ കാര്യങ്ങൾ? അത് വാലിഡ് ആയ കാര്യം തന്നെയാണ്. ആളുടെ പേര് പറയാൻ പറ്റില്ല. പേര് പറയാനല്ല, ഇതെല്ലാം കൃത്യമായ പേരും കൃത്യമായ ഇടപെടലുകളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ്, ഹോക്സ് അല്ല. അല്ലല്ല, മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞത്. ആ വ്യക്തിയെ എനിക്കറിയാം, ആ വ്യക്തിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല. പേര് പറയാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ അത്രയും ഒരു 100 കോടിയുടെ ഓഫർ നൽകിയ ഒരു നടിയെ ഏകദേശം 10-20 കോടി രൂപ അന്നത്തെ കാലത്ത് മുടക്കിയാണ് മാധവിക്കുട്ടിയെ മാറ്റിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എത്ര വർഷമായി അത്? അപ്പം ഞാൻ പറഞ്ഞൊരു ഐക്കൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ചില എന്താ പറയാ, എല്ലാം ഇസ്ലാം മതത്തിൽപ്പെട്ട എല്ലാവരും തീവ്രവാദികളാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ തീവ്രവാദികളിൽ കൂടുതൽ പേരും ഇസ്ലാം മതക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, പല ആൾക്കാരും ഇന്നത് പറയണത് എന്താ, ഈ 2047 ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കും എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. അപ്പം അതിലേക്ക്, അവരുടെ മതത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഐക്കണുകൾ ഉണ്ടാക്കുന്നതാവാം. അപ്പൊ അതിനു വേണ്ടിയായിരിക്കും. അല്ലെ പിന്നെ ഇങ്ങനെ ഒരു കുംഭമേളയിൽ പോയൊരു പെൺകുട്ടിയെ കേരളത്തിൽ കൊണ്ടുവന്ന് കല്യാണം അയക്കുന്നത് എന്താ? ആ പെൺകുട്ടി മലയാളിയല്ല, ആ പയ്യൻ മലയാളിയല്ല, വേറെ എങ്ങും വയ്ക്കൂടെ അവർക്ക്? അപ്പൊ ഇതെല്ലാം ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോ വലിയ പ്രതീക്ഷയോട് കൂടി എല്ലാവരും ഉറ്റുനോക്കിയ ഒരു പ്രൊജക്റ്റാണ് വേലുത്തമ്പി ദളവ. എന്താണ് അതിന്റെ നിലവിലെ സ്റ്റാറ്റസ്? അത് എപ്പോഴത്തേക്ക് മെറ്റീരിയലൈസ് ആയിട്ട് ഒരു സിനിമാ രൂപത്തിൽ കാണാനാവും? അല്ല, അത് അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ തീർന്നിരിക്കുകയാണ്. രഞ്ജി പണിക്കരാണ് എഴുതിയത്. പൃഥ്വിരാജാണ് ചെയ്യേണ്ടത്. അയാളുടെ ഈ പറഞ്ഞ ഒരുപാട് പടങ്ങളത്തിലേക്കും പിന്നെ എനിക്ക് ഡയറക്ഷനിലേക്ക് പോയി, അതിന്റെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെയാണ് ഡിലേ ആയത്. പക്ഷേ അത് ചെയ്യണമെന്നുണ്ട്, ഇപ്പോഴും നമ്മൾ മനസ്സിലുണ്ട്, ആ പൈപ്പ് ലൈനിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് അറിയില്ല എപ്പം മെറ്റീരിയലൈസ് ആവുന്നതായും പറയാൻ പറ്റില്ല. ആദ്യ സിനിമയുടെ ഒരു പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഫിലിം എടുത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഇംഗ്ലീഷ് സിനിമ പോലെ ഉണ്ടല്ലോ എന്നുള്ളത്. ഞാൻ ഇപ്പോഴും ഈ ടെക്നിക്കൽ ക്വാളിറ്റി കുറച്ചുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, ഇത്ര ടെക്നിക്കലി ഗുഡായ സിനിമകൾ നൽകിയ ഒരു സംവിധായകന് വേണ്ട രീതിയിലുള്ള പരിഗണനയും വേണ്ട രീതിയിലുള്ള അപ്രീസിയേഷനും വേണ്ട രീതിയിലുള്ള ഒരു പ്രസക്തിയും കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഹാപ്പിയാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഒരു സൂപ്പർ സ്റ്റാർസിന്റെയും പുറകെ ഞാൻ പോയിട്ടില്ല. എൻ്റെ സ്റ്റാർഡം ഉള്ള ഒരു ആക്ടർ അഭിനയിച്ചത് മമ്മൂക്ക മാത്രമാണ്, സൂര്യമാനസം. അതും അദ്ദേഹത്തിന്റെ സ്റ്റാറിനെ ഒട്ടും ഉപയോഗിക്കാത്ത ക്യാരക്ടറാണ്. പിന്നെ ഞാൻ അങ്ങനെ സ്റ്റാറിന്റെ ടെക്നിക്കൽ എന്ത് ഗംഭീരാണ്. കീരവാണി, ശ്രീകർ പ്രസാദ്. അപ്പൊ അത് ശ്രീകർ പ്രസാദ് എനിക്ക് തോന്നുന്നു മലയാളത്തില് ആദ്യം സന്തോഷ് വേണ്ടി അത് പടം ചെയ്തു. പിന്നെ എൻ്റെ പടങ്ങൾ ഒരുപാട് പടം ചെയ്തു ശ്രീകർ പ്രസാദ്. അപ്പൊ അതുപോലെ കീരവാണി ആ സിനിമ ചെയ്യുമ്പോൾ കീരവാണി ഇന്നത്തെ കീരവാണി ആയിട്ടില്ല. ഓസ്കാർ ജേതാവല്ല, ഓസ്കാർ ജേതാവെന്നല്ല, പുള്ളി അന്ന് കയറി വരുന്നേ ഉള്ളൂ, അപ്കമിങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ അതുകൊണ്ട് അതില് സാബു സീരിയലായിരുന്നു ആ ഡയറക്ഷൻ, ജയമിനിസന്റെ ആയിരുന്നു ക്യാമറ. അപ്പൊ അത് നമുക്ക് മമ്മൂക്കയുടെ ഒരു സ്റ്റാറിനെ ഉപയോഗിച്ച് ചെയ്ത പടമല്ല അത്. ഞാനങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് അങ്ങനെ പറയാൻ സിനിമ ചെയ്തിട്ടില്ല. കാരണം അവരുടെ സ്റ്റാറുടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം സുരേഷ് ഗോപി വെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം സത്യമേവ ജയതയെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി, പക്ഷെ ആ സത്യമേവ ചെയ്യുമ്പോൾ സുരേഷ് ഗോപി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയം സത്യമേവ ജയതയാണ് പുള്ളിക്ക് ലിഫ്റ്റ് കൊടുത്തത് രണ്ടാമത്. അതുപോലെ ബെടാദോസിലും സത്യമേവ ജയതയിൽ എനിക്ക് സുരേഷ് ഗോപിയെക്കാളും ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് കിട്ടിയത് സിദ്ദിഖിനാണ്. അതുപോലെ തന്നെ ബെടാദോസിലാണ് സിദ്ദിഖ് അഴിഞ്ഞാടിയ സിനിമ. ഇതല്ലാതെ ഇപ്പൊ ഒരുപാട് പുതിയ തരത്തിലുള്ള രീതിയിലെ കഥ പറച്ചിൽ രീതികൾ, ഇപ്പൊ മലയാളത്തിൻ്റെതായിട്ട് സൂപ്പർ ഹീറോ യൂണിവേഴ്സുകൾ, ഇപ്പൊ ലോക പോലെ, മിന്നൽ മുരളി പോലെ തന്നെ സിനിമകളൊക്കെ സാധ്യമാവുന്നു. ഈ കാലഘട്ടത്തിൽ ഇനി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ വേലുത്തമ്പി ദളവ അല്ലാതെ ഒരു സിനിമയ്ക്കുള്ള സാധ്യത, അങ്ങനെ ആലോചനകൾ നടക്കുന്നുണ്ടോ? അല്ല, ഞാനിപ്പോ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശബരിമല എടുത്ത അയ്യപ്പസ്വാമിയുടെ കഥയാണ്. അത് അതിൻ്റെതായ സാധ്യതകളിൽ, അത് ടെക്നോളജി സാധ്യതകളിലൂടെയാണ് ചെയ്യുന്നത്. AI സപ്പോർട്ടിലൂടെയാണ് ചെയ്യുന്നത്. കാര്യം ഇപ്പം നമുക്ക് അതിൻ്റെ അങ്ങനെ ഒരു സിനിമ ഇപ്പം നമുക്ക് നോർമൽ രീതിയിൽ സെറ്റൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 150 കോടി രൂപ ചിലവ് വരും ഇന്നത്തെ കാലഘട്ടത്തിൽ. നമ്മളത് ആ സെറ്റുകളെല്ലാം AI-യുടെ ഒരു സപ്പോർട്ടോടുകൂടി ആർട്ടിസ്റ്റുകളുടെ വെച്ചിട്ട് തന്നെ ചെയ്യുന്ന സിനിമയാണ്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയുടെ ഒരു
ഇപ്പോഴത്തെ നിലവിലൊരു അവസ്ഥയുണ്ട്. ഏറ്റവും മികച്ച കണ്ടന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം എന്ന് പറയപ്പെടുന്നു. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും അതിഗംഭീരമായ സിനിമകൾ സംഭവിക്കുന്നു. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെ ബ്രഹ്മയുഗം സംഭവിക്കുന്നുണ്ട്, പാട്രിയറ്റ് പോലെ 2 വലിയ സൂപ്പർ സ്റ്റാർസ് വരുമ്പോഴും അവിടെ കണ്ടന്റ് ആണ് കിങ്. ഇപ്പോഴത്തെ മലയാള സിനിമയുടെ അവസ്ഥയെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? മലയാള സിനിമ എപ്പോഴും ഞാൻ പണ്ടും പറയുന്നൊരു കാര്യം, അതായത് നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോകുമ്പോൾ ഒരു ഹിന്ദി സിനിമയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജ് സിനിമയോ കാണുമ്പോൾ ആ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകനോട് സിനിമ കാണാൻ നിൽക്കുന്ന ആൾ ചോദിക്കുന്ന ചോദ്യം സിനിമ എങ്ങനെയുണ്ടെന്നാണ്. ഇപ്പം തമിഴാണെങ്കിൽ കൊള്ളാം, നന്നായിട്ടുണ്ട്, അതെ. പക്ഷെ മലയാള സിനിമ കണ്ടിറങ്ങുമ്പോൾ അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. സിനിമ എങ്ങനെയുണ്ട്, എന്താണ് കഥ എന്ന് ചോദിക്കും. അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥ വേണം എന്ന് നിർബന്ധമുണ്ട്. എപ്പോഴും നമ്മൾ നോക്കിക്കോളൂ, കാരണം നമ്മളൊരു വലിയ ഹിറ്റായ സിനിമകളിൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു റൂട്ട്സ് ഉണ്ടാവും. അത് മലയാളത്തിൻ്റെതായ റൂട്ട്സ്, കേരളത്തിൻ്റെതായ റൂട്ട്സ് ഉണ്ടാവും. അല്ലാതെ ഉള്ള സിനിമകൾ പലപ്പോഴും അങ്ങനെ ഒരു സക്സസ് ആയിട്ടില്ല പല സിനിമകളും. നമുക്കിപ്പം ടെക്നോളജിയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ഹോളിവുഡ് സിനിമകളും അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കുന്ന ബോളിവുഡ് സിനിമകളും കാണുന്ന ആൾക്കാരാണ്. അപ്പം അവരോട് മത്സരിക്കാൻ, ഹോളിവുഡിനോട് മത്സരിക്കാൻ അല്ലെങ്കിൽ ബോളിവുഡിനോട് മത്സരിക്കാൻ നമ്മുടെ ബഡ്ജറ്റിന് പറ്റില്ല. അപ്പം നമ്മൾ അത്തരം സിനിമകൾ ആലോചിക്കുമ്പോൾ ആ ചെറുപ്പക്കാർ ആ സിനിമയെ കമ്പയർ ചെയ്യുന്നത് ഹോളിവുഡിൽ ഇറങ്ങിയ സിനിമകളുമായിട്ടായിരിക്കും. അതേ സമയത്ത് നമ്മൾക്ക് നമ്മുടേതായ ഒരു സിനിമ, ഞാൻ ഇപ്പോൾ പല സിനിമകളും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം ഈ ബ്രഹ്മയുഗ ആയാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് വന്ന് മറ്റേ സർവം മായ, അങ്ങനെയുള്ള പല സക്സസ് സിനിമകൾ എടുത്ത് നോക്കും. അതെല്ലാം നമ്മുടെ ഒരു ബേസിൽ നിന്നിട്ടാണ് ചെയ്യുന്ന സിനിമകൾ. നമ്മുടെ ഇപ്പൊ ഈവൻ നമ്മുടെ രേഖാചിത്രം പോലും നമ്മുടെ കേരളത്തിന്റെ ഒരു ബേസ് ഉണ്ട്, ആ ബേസിനുള്ളിൽ നിന്ന് ചെയ്യുന്ന സിനിമയാണ്. അല്ലാതെ നമ്മൾ ടെക്നോളജി മാത്രം വെച്ചിട്ട് ഈ ഷോർട്സ് മാത്രം വെച്ച് അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ ഒരു ഗ്രാഫിക്സ് മാത്രം വെച്ചൊരു സിനിമ ചെയ്താൽ അതിനെ നാച്ചുറലി കമ്പയർ ചെയ്യുന്നത് ഹോളിവുഡിൽ ഇറങ്ങുന്ന സിനിമകളോട് ഇതൊന്നും അല്ല, ഇതെന്ത് പൊട്ട ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ഗ്രാഫിക്സ് ചെയ്യാൻ കേരളത്തിലും അല്ലെങ്കിൽ നമുക്ക് ഹോളിവുഡിലും പോയി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ കോസ്റ്റ് താങ്ങില്ല മലയാളത്തിന്റെ കോസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് കേരളത്തിൽ ഇത്ര രൂപയ്ക്ക് നിന്നാൽ ഇപ്പം പറയാൻ 100-150 കോടിയിലേക്ക് പോകുമ്പോൾ അതിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി റിസ്ക് ആണ്. അപ്പൊ അതൊരു ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം നമുക്ക് ആ ഒരു പടം അയാൾക്ക് സക്സസ് ആയാൽ, അയാൾക്ക് വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും നഷ്ടമില്ലാതെ പോയാലേ അടുത്ത സിനിമയെ പറ്റി അയാൾ ആലോചിക്കത്തുള്ളൂ. ഒരു ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ അതിന്റെ നടുതൂണെന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ, അല്ലെങ്കിൽ സിനിമയില്ല. നമ്മൾക്ക് എന്ത് കഥ ഉണ്ടാക്കിയാലും, നമ്മൾ എത്ര വലിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാലും, എത്ര വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കിയാലും അത് മെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ പണം മുടക്കാൻ ആൾ വേണം. കാര്യം ഇതൊരു കലാരൂപം മാത്രമല്ല സിനിമ എന്ന് പറയുന്നത്. സിനിമ ബിസിനസ്സാണ്. മറ്റ് കലാരൂപം നിങ്ങളിപ്പോൾ മിമിക്രി കാണിക്കാനോ അല്ലെങ്കിൽ മോണോ ആക്ട് കാണിക്കാനോ എന്തെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ എവിടെ വെച്ച് വേണമെങ്കിൽ കാണിക്കാം, മറ്റെന്ത് കലകളും. പക്ഷെ ഇത് ടെക്നോളജിയാണ്, ടെക്നോളജിയിലൂടെയുള്ള കലയാണ്. അപ്പൊ ഇത് ബിസിനസ് തന്നെയാണ്. ആ ബിസിനസ് മൈൻഡോട് തന്നെ സിനിമയെ കാണണം. സിനിമയ്ക്ക് ബിസിനസ് വേണം, തീർച്ചയായും വേണം. അല്ലെങ്കിൽ പിന്നെ സിനിമ അർത്ഥമില്ല. നമ്മൾ പടം എടുത്തുകൊണ്ടിരിക്കുന്നു, എടുക്കുന്ന പ്രൊഡ്യൂസറെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പഴയ കാലത്ത് എത്ര പ്രൊഡ്യൂസേഴ്സ് സിനിമ എടുക്കുന്നു? എന്തുകൊണ്ട് എടുക്കുന്നില്ല? മലയാളത്തിൽ എണ്ണം പറഞ്ഞ എത്രയോ കമ്പനികളുണ്ട്, അവരാരെങ്കിലും സിനിമ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഏതെങ്കിലും പുതിയ ഒരാൾ വരും, അയാൾ പൈസ മുടക്കും, ആ പൈസ പോവും. അയാളുടെ ഇപ്പം തന്നെ അടുത്ത കാലത്ത് പ്രൊഡ്യൂസർ കരയുന്ന കണ്ടു, ആത്മഹത്യ പോകണമെന്ന് പറയുന്നത് കേട്ടു. അപ്പം അതൊക്കെ നമുക്ക് തെറ്റല്ലേ? കാര്യം നമ്മളൊരു സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം, ആ ബഡ്ജറ്റിനുള്ളിൽ തന്നെ സിനിമ ചെയ്യണം. പക്ഷെ അതിനകത്ത് വേരിയേഷൻസ് വരാം, പല കാരണങ്ങൾ കൊണ്ടും. ഒരു ദിവസം നമ്മൾ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നു, അന്ന് ഫുൾ മഴയായി പോയി, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം ഷൂട്ടിംഗ് പ്ലാൻ കഴിഞ്ഞാൽ 10-15 ലക്ഷം രൂപ പ്രൊഡ്യൂസറുടെ പോക്കറ്റിൽ നിന്ന് പോവാണ്. കാരണം അത്രയും പേര് താമസിക്കാനുള്ള സൗകര്യം, അന്നത്തെ ബാറ്റ ഗീറ്റ എല്ലാം കൂടെ പറഞ്ഞിട്ട് 10-15 ലക്ഷം രൂപ ഇന്നത്തെ കാലത്ത് പോക്കറ്റിൽ നിന്ന് പോകും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ബഡ്ജറ്റിൽ വ്യത്യാസം വരാം. പക്ഷേ ഞാൻ ഒരു ഇതുമില്ലാതെ ഇരട്ടിയായിട്ടൊക്കെ ബഡ്ജറ്റ് പോകാന്ന് പറയുമ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല. പിന്നെ തുടങ്ങിപ്പോയില്ലേ, എങ്ങനെയും തീർക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് പല പ്രൊഡ്യൂസേഴ്സും വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ആഹാരമാണത്. ഇതുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നതാണ്. ഈ ചരിത്രമിന്നലിലൂടെ എന്നുള്ള എപ്പിസോഡുകൾ കാണുമ്പോൾ ഈ വിറ്റ്നസ് എന്നുള്ള സിനിമയെ പറ്റി പറഞ്ഞൊരു ഏരിയ ഞാൻ വളരെയധികം ശ്രദ്ധിക്കുകയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ജോൺ പോൾ സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറയുകയും കൃത്യമായൊരു സ്ക്രിപ്റ്റ് കിട്ടാതിരിക്കുകയും ഇതിന് വേണ്ടി ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി രഞ്ജിത്തിന്റെ സഹ എഴുത്തുകാരൻ്റെ അടുത്തേക്ക് പോയി 1 മണിക്കൂർ മാത്രം ഉറങ്ങുകയും ചെയ്ത് 18 ദിവസങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ. അന്ന് അങ്ങനെ എടുത്ത റിസ്കുകൾ, അങ്ങനെ എടുത്ത ഹാർഡ് വർക്ക്, അങ്ങനെ എടുത്ത സാക്രിഫൈസ്
എന്നുവെച്ചാൽ 1 മണിക്കൂർ ഉറങ്ങിയിട്ട് ഒരാൾ 18 ദിവസം ജീവിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ മെന്റൽ പ്രഷർ, അയാൾ കടന്നു പോകുന്ന കാര്യങ്ങൾ, അയാൾക്കുണ്ടാകുന്ന ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അന്ന് അങ്ങനെ എടുത്ത കുറെ സാക്രിഫൈസ്, റിസ്കുകളാണ് പിന്നീട് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി തന്നെ, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അല്ല, നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു എന്ത് കാര്യം, സിനിമ ആയാലും എന്ത് കാര്യം, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് നമുക്ക് 100% സിൻസിയറായിട്ട് ചെയ്യുക. ഡെഡിക്കേഷൻ വേണം, ഡെഡിക്കേഷനോട് ചെയ്യുക. അല്ലാതെ ഞാൻ ചെയ്യുന്ന തൊഴിലാണ്, ഞാനൊരു ക്യാമറമാൻ പറഞ്ഞാൽ ഞാൻ ക്യാമറ ചെയ്യുന്ന എൻ്റെ ജോലിയാണ് എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ അയാൾക്ക് അതിന് എന്തുമാത്രം ഡെഡിക്കേഷനുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഒരു സിനിമ ചെയ്യണം, നമ്മുടെ മനസ്സിലൊരു സിനിമ ഉണ്ടായി, ആ സിനിമ സ്ക്രീനിൽ വരുമ്പോഴാണ് സിനിമയാവുന്നത്. ഒരു ഡയറക്ടറുടെ മനസ്സിലാണ് സിനിമയുള്ളത്. തിരക്കഥാകത്ത് തിരക്കഥ എഴുതി തരുന്നു, അതിനെ സിനിമയാക്കി മാറ്റുന്ന ഡയറക്ടറാണ്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെയാണ്, ഒരു ക്യാമറമാനെ വിശ്വസിച്ചാണ് സിനിമ ചെയ്യുന്നത്. കാര്യം ക്യാമറമാൻ മാത്രമേ ഫ്രെയിം കാണുന്നുള്ളൂ. ഇന്നിപ്പോ മോണിറ്ററായി, പല കാര്യങ്ങളായി, സ്പോട്ട് എഡിറ്റിംഗ് ആയി, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അന്നങ്ങനെയല്ല. അപ്പോൾ മാത്രമല്ല, അപ്പം ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഒരു സീൻ, ആ സീനിന്റെ ഫുൾ രൂപം ഡയറക്ടറെ മനസ്സിലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 10, 12 അല്ലെങ്കിൽ 20, 30, 40 ഷോട്ടുകളായിട്ട് ഒരു സീനെ ഡിവൈഡ് ചെയ്യുന്നത്. ആ ഡിവൈഡ് ചെയ്ത് ചിലപ്പോൾ എടുക്കുന്ന 8ാമത്തെ ഷോട്ടായിരിക്കും ആദ്യം എടുക്കുന്നത്, ഫസ്റ്റ് ഷോട്ട് ആയിരിക്കില്ല ആദ്യം എടുക്കുന്നത്. അപ്പോൾ അത്രയും 40 ഷോട്ട് ഉണ്ടെങ്കിൽ 40 ഷോട്ടിന്റെ ഓർഡർ ഡയറക്ടറുടെ മനസ്സിലുണ്ടാവണം, ഇത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ വരണമെന്നുള്ളത്, എങ്കിലേ ആ സീൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു സിനിമ തന്നെ ഡയറക്ടറാണ്, ഒരു പൂർണ്ണമായും ഡയറക്ടറാണ് സിനിമ. ബാക്കി ടെക്നീഷ്യൻസ് എല്ലാം വേണം, ടെക്നോളജിയാണ്. പക്ഷെ ക്യാമറമാൻ വേണം, എഡിറ്റർ വേണം, മ്യൂസിക് ഡയറക്ടർ വേണം, ആർട്ട് ഡയറക്ടർ വേണം, മേക്കപ്പ് മാൻ വേണം, കോസ്റ്റ്യൂമർ വേണം, എല്ലാ ആൾക്കാരും വേണം അവിടെ. പക്ഷെ അവിടെ അതിന്റെ കൺട്രോൾ, അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഡയറക്ടറാണ്. ഇന്നിപ്പോൾ ആ ക്യാപ്റ്റൻഷിപ്പിലാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഡയറക്ടർക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. ഇന്ന് എന്താ പറയാ, വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടാണ്. അത് സിനിമയ്ക്ക് വളരെ ദോഷം ചെയ്യും. തീർച്ചയായും മനസ്സിലാഗ്രഹിക്കുന്ന സിനിമയെ ഏറ്റവും ടെക്നിക്കൽ ക്വാളിറ്റിയോടുകൂടി, AI സാധ്യതകളോടുകൂടി ഇറക്കാനാവട്ടെ ഈ ശ്രീ അയ്യപ്പൻ്റെ സിനിമ. അതുപോലെ വേലുത്തമ്പി ദളവ ഉടനെ സ്ക്രീനിൽ കാണാൻ സാധിക്കട്ടെ. ശക്തമായ നിലപാടുകളോ അഭിപ്രായങ്ങളോ ആയിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. സംഘടനാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. നമസ്കാരം. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.